So good afternoon. Today I am discussing the block 1 popular literature. First of all, the introduction of what is popular literature. Before that, we have to know what is literature. So എന്താണ് literature എന്ന് പറഞ്ഞാൽ it is a reflection of the society or it is a reflection of the culture. അതായത് ഒരു സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു കാര്യങ്ങളെയാണ് ശരിക്കും ലിറ്ററേച്ചർ കൂടി റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വില്യം ഷേക്സ്പിയർ ജീവിച്ചിരുന്ന കാലഘട്ടം ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ കാലഘട്ടമായിരുന്നു. ആൻഡ് ദാറ്റ് ടൈം ആ സമയത്ത് വേൾഡ് വാർ, ആ സമയത്ത് ഇവൻറ്റ്സ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളിൽ കൂടുതൽ കണ്ടിരുന്നത്. ഇനി നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇഫ് ഐ എം എ റൈറ്റർ, ഞാനൊരു റൈറ്ററാണ്, ഞാനൊരു കോവിഡ് കാലഘട്ടത്തിലിരുന്ന റൈറ്ററാണ്. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? കോവിഡാണ്. ആൻഡ് ഓൾസോ വി ആർ നോട്ട് ഹാപ്പി, വി ആർ സപ്രസ്ഡ് വിത്ത് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു കവിത എഴുതി. ആ കവിതയിൽ പ്രകടമാകുന്നത് ശരിക്കും ആ ഒരു പോസ്റ്റ് കോവിഡ് അല്ലെ ആ ഒരു കോവിഡ് കാലഘട്ടത്തെക്കുറിച്ചായിരിക്കും. ബട്ട് നിങ്ങൾക്ക് ഡീപ്പായിട്ട് ലിറ്ററേച്ചർ എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല. എന്നാൽ ലിറ്ററേച്ചറിനകത്ത് പോയംസ്, ലവ് പോയംസ് എഴുതുന്നവരുണ്ട്, റൊമാൻറ്റിക് പോംസ്, അത് വേറെ. പക്ഷെ ലിറ്ററേച്ചർ എന്താണെന്ന് ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് റിഫ്ലക്ഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കൾച്ചർ എന്ന് നമുക്ക് പറയാം. അപ്പം ഈ ലിറ്ററേച്ചറിലെ ഒരു ഭാഗമാണ് പോപ്പുലർ ലിറ്ററേച്ചർ. സോ പോപ്പുലർ ലിറ്ററേച്ചർ എനി റിട്ടൺ വർക്ക് ദാറ്റ് ഈസ് റീഡ് ഓർ ഈസ് ഇൻറ്റൻഡഡ് ടു ബി റീഡ് ബൈ മാസ് ഓഡിയൻസ്. ഇവിടുത്തെ പ്രത്യേകത, പോപ്പുലർ ലിറ്ററേച്ചർ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അന്നത്തെ സമയത്ത് ദ പീപ്പിൾ ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് or the writers are giving more importance to high culture people, elite people, രാജകീയ കുടുംബത്തിൽ ജീവിച്ചവർ, അല്ലെങ്കിൽ ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കുന്നവർ, എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ്, അവർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ റൈറ്റിങ്സ് ആ സമയങ്ങൾ ഇറങ്ങിയത്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് എന്നും പറയാം ഷേക്സ്പിയറിൻ്റെ റൈറ്റിങ്സ്, ചോസറിൻ്റെ റൈറ്റിങ്സ്. അപ്പോൾ ആ റൈറ്റിങ്സിൻ്റെ പ്രത്യേകത എന്താ? അത് സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവത്തില്ലായിരുന്നു. സോ ദാറ്റ് ഈസ് ഫോക്കസിങ് ടു ഹൈ ബ്രോ കൾച്ചർ. താഴ്ന്നവർ പൊങ്ങിയവർ എന്നുള്ള ഒരു കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി, എലൈറ്റ് ക്ലാസ്സുകൾക്ക് വേണ്ടിയാണ് അത് ഇറക്കിയിരുന്നത്. ബട്ട് പോപ്പുലർ ലിറ്ററേച്ചർ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. ഇറ്റ് ഈസ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു മാസ് ഓഡിയൻസ്. കോമൺ പബ്ലിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പോപ്പുലർ ലിറ്ററേച്ചർ മേ ഇൻക്ലൂഡ് ബെസ്റ്റ് സെല്ലിംഗ് നോൺ ഫിക്ഷൻ ബുക്സ്, വൈഡ്ലി സർക്കുലേറ്റഡ് പീരിയോഡിക്കൽസ് ആൻഡ് സർട്ടൺ കൈൻഡ്സ് ഓഫ് ഡിജിറ്റൽ ടെക്സ്റ്റ്. ഇനി പോപ്പുലർ ലിറ്ററേച്ചർ എന്തൊക്കെ വരാം? നോൺ ഫിക്ഷൻ ബുക്സ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള റൈറ്റിങ്സ് പോപ്പുലർ ലിറ്ററേച്ചറിൽ ഉണ്ടായിരുന്നു. നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഗ്രഫീസ്, അല്ലെങ്കിൽ നടക്കുന്ന ഇവൻറ്റ്സിനെ കുറിച്ച് എഴുതുക, ഡയറി റൈറ്റിംഗ്, ഇതൊക്കെയാണ് നോൺ ഫിക്ഷണൽ ബുക്സ്. വൈഡ്ലി സർക്കുലേറ്റഡ് പീരിയോഡിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ആഴ്ച പതിപ്പുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കൈൻഡ്സ് ഓഫ് ഡിജിറ്റൽ ടെക്സ്റ്റ്, പല ഡിജിറ്റൽ ടെക്സ്റ്റിൻ്റെ രൂപങ്ങളിലും പോപ്പുലർ ലിറ്ററേച്ചർ ഇറങ്ങിയിട്ടുണ്ട്. പോപ്പുലർ ലിറ്ററേച്ചർ ഈസ് ഓൾസോ നോൺ ആസ് സിംപ്ലി ലിറ്ററേച്ചർ. ഇനി പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ വേറൊരു ഡെഫിനിഷനാണ്, അതൊരു സിമ്പിൾ ലിറ്ററേച്ചറാണ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഈസി ടു കോംപ്രിഹെൻഡ് ടു എവ്രി വൺ. എല്ലാവർക്കും മനസ്സിലാകുന്ന റൈറ്റിങ്സ് ആയിരുന്നു. The two important words in popular literature are popular and literature. Both terms are expansive and wide in meaning. So പോപ്പുലർ ലിറ്ററേച്ചറിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആണ് പോപ്പുലറും ലിറ്ററേച്ചറും. രണ്ടും വളരെയധികം ഇൻറ്റൻസ് ആയിട്ടുള്ള മീനിങ് തരുന്ന വേർഡ്സ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, പോപ്പുലർ കംസ് ഫ്രം ഗ്രീക്ക് വേർഡ് പോപ്പുലസ് വിച്ച് മീൻസ് പീപ്പിൾ. പോപ്പുലസ് അല്ലെങ്കിൽ പോപ്പുലസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പോപ്പുലർ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തത്. ആൻഡ് ഇറ്റ് മീൻസ് പീപ്പിൾ. അതിൻ്റെ അർത്ഥം പീപ്പിൾ എന്നാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് പീപ്പിൾസ് ലിറ്ററേച്ചർ. അതുകൊണ്ട് തന്നെ പോപ്പുലർ ലിറ്ററേച്ചർ നമുക്ക് വേറെ പേരിൽ വിളിക്കാം, പീപ്പിൾസ് ലിറ്ററേച്ചർ. പോപ്പുലർ ലിറ്ററേച്ചർ ഇൻക്ലൂഡ് ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. പോപ്പുലർ ലിറ്ററേച്ചറിനകത്ത് എന്താണ്? ഫിക്ഷണൽ റൈറ്റിങ്സും ഉണ്ട്, നോൺ ഫിക്ഷണൽ റൈറ്റിങ്സും ഉണ്ട്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് വേറെ കുറച്ച് എക്സ്റ്റേണൽ ടേംസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഷോർട്ട് നോട്ടുകളാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് വരാൻ പോകുന്നത്. കുറച്ച് ഷോർട്ട് നോട്ടുകളും ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ, മാസ് കൾച്ചർ. അപ്പോൾ പോപ്പുലർ ലിറ്ററേച്ചറിനെ പറ്റി അറിയുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരാളാണ് മാസ് കൾച്ചർ. Mass culture has been defined in many ways by many different theorists in sociology, science. Theodor Adorno and Max Horkheimer created the term. So mass culture എന്ന് പറയുന്നത് കൊണ്ടുവന്നത് രണ്ട് ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ്, സോഷ്യോളജിസ്റ്റാണ് അല്ലെങ്കിൽ തിയറിസ്റ്റായ തിയോഡർ അഡോണോയും മാക്സ് ഹൊഖൈമറുമാണ്.
According to Adorno and Horkheimer, who were both members of Frankfurt School of Sociology, mass culture was the widespread American law culture that had developed during industrialization. So, ഇവർ പറയുന്നത് മാസ് കൾച്ചർ എന്ന് പറയുന്നത് ലോ കൾച്ചറാണ്. അത് ലോ കൾച്ചർ കാണിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന ലോ കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണ് ഇതൊക്കെ വരുന്നതും. അതിന് മുന്നേ വരെ അടിച്ചമർത്തുകൾ തന്നെ ആയിരുന്നു ഹൈബ്രോ കൾച്ചർ, അല്ലെങ്കിൽ എലൈറ്റുകാർക്ക് മാത്രം വേണ്ടിയായിരുന്നു റൈറ്റിങ്സ് ചെയ്തത്. പക്ഷേ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ, കുറച്ച് മാറ്റങ്ങൾ ആ കാലഘട്ടത്തിൽ വന്നപ്പോഴാണ് പോപ്പുലർ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആ ഒരു മാസ് കൾച്ചർ എന്ന് പറയുന്നത് ഉയർന്നു വന്നത്. മാസ് കൾച്ചർ വാസ് റീപ്ലേസ്ഡ് ബൈ പോപ്പുലർ കൾച്ചർ ഇൻ മോഡേൺ സൊസൈറ്റി. അങ്ങനെ മാസ് കൾച്ചർ എന്തായി മാറി? പോപ്പുലർ കൾച്ചറായിട്ട് മാറി. ഫീച്ചേഴ്സ് ഓഫ് മാസ് കൾച്ചർ. അപ്പോൾ പോപ്പുലർ കൾച്ചർ അല്ലെ മാസ് കൾച്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? The Frankfurt School defined the following main categories or characteristics of mass culture. Developed in capitalist society in industrial cities. So, മാസ് കൾച്ചർ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ തന്നെയാണ് വന്നത്. എന്തിൻ്റെ റിസൾട്ടായിട്ടാണ് വന്നത്? ഇൻഡസ്ട്രിയലൈസേഷൻ. എൻകറേജ് പാസീവ് കൺസ്യൂമർ ബിഹേവിയർ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് എന്താണ് മാസ് കൾച്ചറിൻ്റെ? എല്ലാവർക്കും ഒരു പാസീവായിട്ടുള്ള ബിഹേവിയറിനെ എൻകറേജ് ചെയ്തു. ഉയർന്നവരെന്നില്ല, അല്ലെങ്കിൽ ഉയർന്നവരിൽ നിന്ന് വ്യത്യാസങ്ങളില്ല, റൈറ്റിങ്സിന് വ്യത്യാസങ്ങളില്ലാതെ ദേ ഗീവ് ഇമ്പോർട്ടൻസ് ടു പാസീവ്. ഒരു പാസീവായിട്ടുള്ള ഒരു കൺസ്യൂമർ ബിഹേവിയറിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആക്സസിബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പ്രത്യേകതയാണ് പോപ്പുലർ കൾച്ചർ അല്ലെങ്കിൽ മാസ് കൾച്ചറിൻ്റെ. ആക്സസിബിൾ ആണ്, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും കഴിയും. ക്രിയേറ്റഡ് ഫോർ പീപ്പിൾ ബട്ട് നോട്ട് ബൈ ദ പീപ്പിൾ. ഇത് മനുഷ്യർക്ക് വേണ്ടി, പീപ്പിളിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലാതെ പീപ്പിൾ അല്ല ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് വാസ് നോട്ട് ക്രിയേറ്റഡ് ബൈ പീപ്പിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ അവർക്ക് വേണ്ടി മാത്രം എന്നുള്ള ഡിസ്റ്റിങ്ഷൻ കാണിക്കും. ഓക്കെ, ദിസ് ഇസ് ഇൻ്റലക്ച്വൽ വർക്ക്, അവരെ വിട്ടേക്ക്, കോമൺ പീപ്പിളിനെ വിട്ടേക്ക്, അല്ലെങ്കിൽ കോമൺ കൾച്ചറിനെ വിട്ടേക്ക് എന്നൊരു ഡിസ്റ്റിങ്ഷൻ കാണിക്കും. അതിനു വേണ്ടിയുള്ളതല്ല. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ പീപ്പിൾ. എന്താണ് മാസ് കൾച്ചർ? സം എക്സാമ്പിൾസ് ഓഫ് മാസ് കൾച്ചർ. മാസ് കൾച്ചറിൻ്റെ പല എക്സാമ്പിൾസ് ഉണ്ട്. മാസ് മീഡിയ ഉണ്ട്, ഫിലിം, റേഡിയോ, ടെലിവിഷൻ, ഷോ, പോപ്പുലർ ബുക്ക്, മ്യൂസിക്. ഇതെല്ലാം മാസ് കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട വേറൊരു ഫീൽഡാണ് ഫാൻറ്റസി ഫിക്ഷൻ അല്ലെങ്കിൽ നോവൽ. ഇതൊക്കെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം, അതുകൊണ്ടാണ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്. ഫാൻറ്റസി ലിറ്ററേച്ചർ ഈസ് സെറ്റ് ഇൻ ഇമാജിനറി യൂണിവേഴ്സ്. ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, അതൊരു ഇമാജിനറി യൂണിവേഴ്സാണ്. ദ സൂപ്പർ നാച്ചുറൽ ആൻഡ് മാജിക്കൽ ക്രിയേച്ചേഴ്സ് ആർ കോമൺ ഇൻ മെനി ഓഫ് ദിസ് ഇമാജിനറി വേൾഡ്. സോ ഈ ഒരു ഇമാജിനറി വേൾഡിൻ്റെ പ്രത്യേകത എന്താണ്? സൂപ്പർ നാച്ചുറൽ ബീങ്സ്, അതായത് എല്ലാം സൂപ്പർ നാച്ചുറൽ ആണ്. ഇറ്റ് ഈസ് അൺബിലീവബിൾ തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ വേർ ഫാൻറ്റസിയിൽ അതൊക്കെയാണ് കാണുന്നത്. ദെൻ ഫാൻറ്റസി നോവൽ മേ ബി ഡയറക്റ്റഡ് അറ്റ് ബോത്ത് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ്. രണ്ട് പേർക്കുമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഹാരി പോട്ടർ ഉണ്ട്, അല്ല അതിൽ കൂടുതലായിട്ടുള്ള വേറെ വർക്ക്സുകളുണ്ട്. ഫാൻറ്റസി നോവൽ ആർ കൺസിഡേർഡ് ആസ് ജോൺർ ഓഫ് സ്പെക്കുലേറ്റീവ് മീൻസ് സയൻസ് ഫിക്ഷൻ. ഫാൻറ്റസി നോവലിനകത്ത് എന്തൊക്കെ വരും? സയൻസ് ഫിക്ഷൻ ഉണ്ട്, ഹൊറർ മൂവീസ് ഉണ്ട്, മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ മാജിക്കൽ എലമെൻസും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിനെ മിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതെല്ലാം വരുന്ന ഒരു ഫീൽഡാണ് എന്ത്? ഫാൻറ്റസി നോവൽ. ദെൻ അടുത്തത് നിങ്ങളുടെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് കൾച്ചർ, സിവിലൈസേഷൻ ആൻഡ് ഐഡിയോളജി. സോ കൾച്ചർ ഈസ് എ കോൺസെപ്റ്റ് that encompasses the social behavior, institution and norms found in human society. സോ കൾച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു ഹ്യൂമൻ സൊസൈറ്റി അല്ലെ ആ ഒരു സോഷ്യൽ ബിഹേവിയറിനെയാണ് ശരിക്കും കൾച്ചർ എന്ന് പറയുന്നത്. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബിഹേവിയർ ആയിരിക്കാം, അല്ലെ ഹ്യൂമൻ സൊസൈറ്റിയിലെ നോംസ് ആയിരിക്കും. നോംസ് എന്താ? റൂൾസ് ആയിരിക്കും. ഇതെല്ലാമാണ് ഒരു കൾച്ചറിനകത്ത് വരുന്നത്. ഓൾസോ ദ നോളജ്, ബിലീഫ്സ് ആൻഡ് നോഷൻസ് ഓഫ് ദ മാസ് കൾച്ചർ. അതുകൂടാതെ തന്നെ അവരുടേതായ വിശ്വാസങ്ങൾ, അവരുടേതായ അറിവുകൾ, അവരുടേതായ റൂൾസ്, ഇതെല്ലാമാണ് ആ ഒരു കൾച്ചറിനകത്ത് വരുന്നത്. കൾച്ചർ ഇസ് എ ടേം ദാറ്റ് ഹാസ് ബീൻ അണ്ടർ സ്ക്രൂട്ടിനി ഫോർ ലോങ് ടൈം. സോ കൾച്ചർ എന്ന് പറഞ്ഞ ടേം വളരെ അധികം ഇമ്പോർട്ടൻസ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു ടേമാണ്. അക്കോർഡിംഗ് ടു റെയ്മണ്ട് വില്യംസ്, കൾച്ചർ ഈസ് വൺ ഓഫ് ദ 2 or 3 മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്.
സോ റെയ്മണ്ട് വില്യം പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വേർഡാണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ലാർജ്, വൈഡാണ്. ഡിഫറെൻറ്റ് റീജിയൻസിൽ ഡിഫറെൻറ്റ് കൾച്ചറാണ്. പലർക്കും പല വിശ്വാസങ്ങളാണ്, പലർക്കും പല ബിലീഫ്സാണ്. ബിലീഫ്സ് തന്നെ വിശ്വാസം. ദെൻ പലർക്കും പല നോളേജുകളാണ്, പലർക്കും പലതായിട്ടുള്ള റൂൾസാണ്. സോ അതുകൊണ്ടാണ് കൾച്ചർ എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്നത്. ഇൻ ദി 16th century, കൾച്ചർ റെഫർ ടു ദ ഗ്രോത്ത് ഓർ സിവിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ്. അതുകൊണ്ട് തന്നെ 16ാം നൂറ്റാണ്ടിൽ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ആൻഡ് സിവിലൈസേഷൻ ആണെന്ന് പറയുന്നു. ബൈ ദി 18th century, ഇറ്റ് ഫങ്ഷൻഡ് ആസ് എ സിനോണിം ഓഫ് എൻലൈറ്റ്മെൻറ്റ് ഫോർ ദ കോൺസെപ്റ്റ് ഓഫ് സിവിലൈസേഷൻ. പക്ഷേ ഒരു എൻലൈറ്റ്മെൻറ്റിന് ശേഷം, ഒരു ജ്ഞാനോദയത്തിന് ശേഷം സിവിലൈസേഷൻ്റെ വലിയൊരു കോൺസെപ്റ്റായിട്ട് എന്ത് മാറി? കൾച്ചറിന് ശേഷം ഒരു സിവിലൈസേഷൻ വന്നു. ആൾക്കാർ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഒരുപാട് മാറ്റങ്ങൾ വരുന്ന കാലഘട്ടമായി മാറി. Culture is everything about the human society which refers to the knowledge and features of specific group of people living in a region. അതുകൊണ്ട് തന്നെ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു സ്പെസിഫിക് റീജിയനിൽ താമസിക്കുന്ന ഒരാൾക്കാർക്ക് ഓരോ വിശ്വാസങ്ങളുണ്ട്, ഓരോ ബിലീഫ്സ് ഉണ്ട്, ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ആ ഒരു കൾച്ചറിനകത്ത് കാണുന്നത്. ഇനി ഐഡിയോളജിയാണ്. അപ്പം കൾച്ചർ, സിവിലൈസേഷൻ, ഐഡിയോളജിക്കകത്തെ ഐഡിയോളജി എന്താ നോക്കാം. An ideology is a set of opinions or belief of a group of individuals. Also, it refers to set of political behavior or set of ideas that characterizing a particular culture. Ideology ഇത് തന്നെയാണ്. ഒരു സെറ്റ് ഓഫ് ഒപ്പീനിയൻസ് കാണും പലർക്കും പല ഐഡിയോളജീസാണ്. നമ്മൾ പറയും വിവേകാനന്ദൻ്റെ ഐഡിയോളജി വേറെ, മഹാത്മാഗാന്ധി, പലർക്കും പല ഐഡിയോളജീസ് ഉണ്ട്, പല ബിലീഫ്സ് ഉണ്ട്. അതെല്ലാം ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്താണ്. ഇറ്റ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് പൊളിറ്റിക്കൽ ബിഹേവിയർ അല്ലെ ബിലീഫ്സ്. പൊളിറ്റിക്കൽ ബിലീഫ്സിനും പല ഐഡിയോളജീസ് ഉണ്ട്, പൊളിറ്റിക്കൽ ബിലീഫ്സ് അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് സെറ്റ് ഓഫ് ഐഡിയ ദറ്റ് ക്യാരക്ടർ പർട്ടിക്കുലർ കൾച്ചർ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഐഡിയാസും കാണിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് ആണ്, ഓരോ പർട്ടിക്കുലർ കൾച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സെക്കൻഡ് പോയിന്റ് അബൌട്ട് ഐഡിയോളജി. Another definition for ideology is a set of ideas, beliefs and attitude consciously or unconsciously held which reflects or shapes understanding of public. ഇനി വേറൊരു ഡെഫിനിഷൻ എന്താണ്? സെറ്റ് ഓഫ് ഐഡിയാസ് ഉണ്ട്, ബിലീഫ്സ് ഉണ്ട്, പലരുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഐഡിയോളജിക്കകത്ത് വരും. ഇത് കോൺഷ്യസ്ലീവ് ആകാം, അൺകോൺഷ്യസ്ലീവ് ആകാം. അതുകൊണ്ട് തന്നെ പലരുടെ ഐഡിയോളജീസ് നമ്മുടെ സൊസൈറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യാനും പല ഐഡിയോളജീസും ഉപകാരപ്പെടാറുണ്ട്. ദാറ്റ് ഈസ് ഐഡിയോളജി ഹാവ് ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സെൻസ് ഉണ്ട്. തേർഡ് പോയിന്റ്, ആൻ ഐഡിയോളജി or a dominant idea will be hidden in every work of literature, novel or cinema. അതുകൊണ്ട് തന്നെ ഏതൊരു വർക്ക് എടുത്താലും, ലിറ്ററേച്ചർ എടുത്താലും, നോവൽ എടുത്താലും, സിനിമ എടുത്താലും എല്ലാത്തിലും ഓരോ ഐഡിയോളജീസ് നമുക്ക് കാണാൻ കഴിയും. ഫോർത്ത് പോയിന്റ്, the term ideology is used to refer the dominant beliefs, ideas and representation which support the existing practice in a society. അതുകൊണ്ട് തന്നെ ഐഡിയോളജി എന്തും ഡൊമിനൻ്റ് ബിലീഫ്സ് ആണ്, പല ആൾക്കാരുടെ ഡൊമിനൻ്റ് ഐഡിയാസ് ആണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സൊസൈറ്റി ഈ പ്രാക്ടീസ് തന്നെ ഫോളോ ചെയ്യാറുണ്ട്. സോ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഡൊമിനൻ്റ് ബിലീഫ്സ് ഉണ്ട്, ഡൊമിനൻ്റ് ഐഡിയാസ് ഉണ്ട്, റിപ്രസെൻറ്റേഷൻ, ഇതെല്ലാം ഐഡിയോളജിക്കകത്ത് വരും. ഐഡിയോളജി വിൽ ഓൾസോ ബി സപ്പോർട്ടിംഗ് ദി ഡൊമിനൻ്റ് ക്ലാസ് ഓർ പവർഫുൾ ക്ലാസ് ഇൻ സൊസൈറ്റി. ഇറ്റ് വിൽ നോട്ട് സപ്പോർട്ട് മൈനോറിറ്റി ഓർ പവർലെസ് വിൽ. അതുകൊണ്ട് തന്നെ ഡൊമിനൻ്റ് ചിന്താഗതികൾ, ഇൻ്റലക്ച്വലായിട്ടുള്ള വിശ്വാസങ്ങൾ, ഇൻ്റലക്ച്വലായിട്ടുള്ള ചിന്താഗതികൾ എന്തിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ? ഡൊമിനൻ്റ് ക്ലാസ്സിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ പവർഫുൾ ക്ലാസ്സിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇറ്റ് വാസ് നോട്ട് സപ്പോർട്ടിങ് മൈനോറിറ്റി ഓർ പവർലെസ്. മൈനോറിറ്റി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പവർലെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്ത്? ഐഡിയോളജി. ഇതാണ് ഐഡിയോളജിയും കൾച്ചറും. സോ നെക്സ്റ്റ് സെഷനിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. സോ എന്താണ് കൾച്ചറും സിവിലൈസേഷനുള്ള ഡിഫറൻസ് ആണ്? Culture is a term used to denote the manifestation of the manner in which we think, behave and act. കൾച്ചർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ എങ്ങനെ ആലോചിക്കുന്നു, നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇതിൻ്റെ എല്ലാം ഒരു മാനിഫെസ്റ്റേഷനാണ് കൾച്ചർ. കൾച്ചറിന് ഒരു എൻഡ് ഉണ്ട്. വാട്ട് വി ആർ, നമ്മൾ എന്താണ് എന്നുള്ളതാണ് കൾച്ചർ കാണിക്കുന്നത്.
കൾച്ചറിനകത്ത് റിലീജിയൻ, ആർട്ട്, ഡാൻസ്, ലിറ്ററേച്ചർ, കോസ്റ്റ്യൂംസ്, മോറൽ, മ്യൂസിക്, ഫിലോസഫി ഇതെല്ലാമാണ് കൾച്ചറിനെ പോർട്രേ ചെയ്യുന്ന സിമ്പിൾസ്, അല്ലെങ്കിൽ അതിനകത്തെല്ലാമാണ് കൾച്ചർ പ്രകടമാകുന്നത്. ഹയർ ലെവൽ ഓഫ് ഇന്നർ റിഫൈൻമെൻറ്റ്, അത് ഇന്നേറ്റ് ഫീലിങ്സിൽ നിന്ന് വരുന്നതാണ് കൾച്ചർ. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ. ദെൻ കൾച്ചർ ക്യാൻ ഗ്രോ ആൻഡ് എക്സിസ്റ്റ് വിത്തൗട്ട് സിവിലൈസേഷൻ ഇല്ലാതെ തന്നെ കൾച്ചറിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ സിവിലൈസേഷൻ വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? Civilization refers to the process through which a region or society outstretched an advanced stage of human development and organization. ഒരു സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മാറി ചിന്തിക്കാൻ തുടങ്ങി എല്ലാവരും. കൾച്ചറിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നു. ഹയർ ലെവൽ ഓഫ് തിങ്കിങ്, അഡ്വാൻസ്ഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റും ഓർഗനൈസേഷനും ഒക്കെയാണ് സിവിലൈസേഷനിൽ കാണുന്നത്. സിവിലൈസേഷൻ മെയിൻ പ്രോഡക്റ്റ് ആയിരുന്നു ടു ദ പീപ്പിൾ. വാട്ട് വി പൊസസ്, നമ്മൾ എന്ത് നേടണം, എങ്ങനെ നേടണം, ഹൗ ടു പൊസസ്, വാട്ട് വി പൊസസ്, എന്താണ് നേടിയത് എന്നൊക്കെയുള്ള ചിന്താഗതികൾ വരുന്നതാണ് സിവിലൈസേഷനിൽ. ലോ വരും, അഡ്മിനിസ്ട്രേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ആർക്കിടെക്ട്, സോഷ്യൽ അറേഞ്ച്മെൻറ്റ്, ഇതെല്ലാം കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് സിവിലൈസേഷനകത്ത് ബന്ധപ്പെട്ടാണ്. കൾച്ചറിനകത്ത് നമ്മൾ പ്രകടമായിരുന്ന അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, ആർട്ട്, റിലീജിയൻ, ഡാൻസ്, ലിറ്ററേച്ചറൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു സിവിലൈസേഷൻ വന്നതിന് ശേഷം ഒരു ഹയർ ലെവൽ ഓഫ് തിങ്കിങ് ആണ് നമ്മൾ കണ്ടത്. സോഷ്യൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യണം, ആർക്കിടെക്ചേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ലോ, അഡ്മിനിസ്ട്രേഷൻ, ഇതെല്ലാം ഒരു സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്ന മാറ്റങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിൽ. ഹയർ ലെവൽ ഓഫ് ജനറൽ ഡെവലപ്മെൻറ്റ്, മറ്റേത് ഇന്നേറ്റ് ആയിട്ട് വരുന്ന ഫീലിംഗ് ആണെങ്കിൽ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ ഡെവലപ്പ് ചെയ്യുന്ന ഫീലിങ്സ് ഹയർ ലെവൽ ഓഫ് ഫീലിങ്സ് ആയിരിക്കണം. കൾച്ചർ സിവിലൈസേഷൻ കനോട്ട് ഗ്രോ ആൻഡ് എക്സിസ്റ്റ് വിത്തൗട്ട് കൾച്ചർ. ഒരു കൾച്ചർ ഇല്ലാതെ സിവിലൈസേഷൻ അവിടെ ഇല്ല. കാരണം കൾച്ചറിൻ്റെ മാറ്റമാണ് സിവിലൈസേഷൻ. കൾച്ചറിൻ്റെ ഒരു പുതിയ യോൺഡ്രയാണ് സിവിലൈസേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നെക്സ്റ്റ് സെഷൻ, പോപ്പുലർ കൾച്ചർ ആൻഡ് ദ ഐഡിയ ഓഫ് ഹെജമണി. പോപ്പുലർ കൾച്ചറും ഹെജമണി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. പോപ്പുലർ കൾച്ചർ എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹെജമണി എന്ന് പറഞ്ഞാൽ ഒരു ഹൈറാർക്കിയാണ്, ഒരു അടിച്ചമർത്തൽ, ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി. ജന്മി ചിട്ടകൾ, പാവപ്പെട്ടവർ, ലോ, ഹൈബ്രോ എന്ന് പറയുന്നത് ഹൈ ആണ്. ഹെജമണി അതായത് ഹൈറാർക്കി, ഉയർന്ന ആൾക്കാർ താഴത്തെ ആൾക്കാരെ സപ്രസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അല്ല ഹെജമണിക്ക് വേറെ മീനിങ് ഉണ്ട്, ഹയർ ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അവരാണ് നമ്മളെ നയിക്കുന്നത്. So to understand popular culture in its entirety, it would be unwise to ignore the development of concept of hegemony of an Italian Marxist Antonio Gramsci. പോപ്പുലർ കൾച്ചറിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മളെ ഹെജമണിയെ പറ്റി ഡിസ്കസ് ചെയ്തേ പറ്റത്തുള്ളൂ. ബിക്കോസ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഹെജമണി എന്ന കൺസെപ്റ്റിനെ പറ്റി നമുക്ക് ലിറ്ററേച്ചറിൽ പറഞ്ഞു തന്നത് ഇറ്റാലിയൻ മാർക്സിസ്റ്റായ ആന്റോണിയോ ഗ്രാംസ്കിയാണ്. So the term hegemony refers to the way in which dominant group in society, through a process of intellectual and moral leadership, seeks to win the concept of the subordinate group in society. Yes, hegemony എന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് ഗ്രൂപ്പാണ്, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ആൾക്കാർ. അവർ നമ്മളെ സപ്രസ് ചെയ്യാണ്. എങ്ങനെ? ത്രൂ പ്രോസസ് ഓഫ് ഇൻ്റലക്ച്വൽ രീതിയിൽ, ത്രൂ ദ പ്രോസസ് ഓഫ് മോറൽ ലീഡർഷിപ്പ്. അവർ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് എന്ത് ചെയ്യുന്നു? They are subordinating the groups in the society. ഈ രീതിയിലാണ് അടിച്ചമർത്തുന്നത്. നോട്ട് ബൈ ഫിസിക്കൽ മോഡ്, അടിച്ച് താത്തിടുക എന്നല്ല. They are suppressing the subordinates through the intellectual process, through the moral leadership, etc. Through their writings എന്നും ലിറ്ററേച്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാം. Known as neo-Gramscian hegemony theory, it sees popular culture as a site of struggle between the resistance of subordinate groups and the forces of incorporation of the dominant group in society. അതുകൊണ്ട് തന്നെ പോപ്പുലർ കൾച്ചറൽ ഹെജമണി എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ തന്നെയാണ്. റെസിസ്റ്റൻസിന് വേണ്ടിയുള്ള സ്ട്രഗിൾ, നിലനിൽപ്പിന് വേണ്ടിയുള്ള സ്ട്രഗിൾ. ഹെജമണി സബോർഡിനേറ്റ് ഗ്രൂപ്പിൻ്റെ സ്ട്രഗിളാണ്. ആൻഡ് ഓൾസോ ഇൻകോർപ്പറേഷൻ ഓഫ് ഡോമിനൻറ്റ് ഗ്രൂപ്പ് ഇൻ സൊസൈറ്റി. അതുകൂടാതെ തന്നെ ഡോമിനൻറ്റ് ഗ്രൂപ്പ് ഇവരെ ഒരിക്കലും ഒരു കാര്യത്തിലും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ദേ ആർ ഷോയിങ് ആൻ ഇൻകോപ്പറേറ്റഡ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദം. പോപ്പുലർ കൾച്ചർ ദാറ്റ്സ് is not the imposed culture of the mass culture theorist, nor is it the culture that emerged from the below or the culture of the people. അതുകൊണ്ട് തന്നെ ആസ് എ റിസൾട്ട് ഓഫ് ഓൾ ദോസ് തിങ്സ്, പോപ്പുലർ കൾച്ചർ എന്ന് പറഞ്ഞാൽ കൾച്ചർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പീപ്പിളിന് വേണ്ടി തന്നെ ഇറക്കിയതാണെന്ന് നമ്മൾ പറയുന്നത്. Rather, it is a terrain of exchange and negotiation between the two. അതുകൂടാതെ തന്നെ അത്രമാത്രം എന്താണ് ഒരു നെഗോസിയേഷൻ, ടെറൈൻ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് നെഗോഷിയേഷനാണ് എന്തിനെ, കൾച്ചറും ഹെജമണിയും തമ്മിൽ.
ദെൻ മാർക്ക്ഡ് ബൈ റെസിസ്റ്റൻസ് ഇൻകോർപ്പറേഷൻ, അവിടെ ഒരു റെസിസ്റ്റൻസ് പവർ ഉണ്ട്, ഇൻകോർപ്പറേഷൻ ഉണ്ട്. ആൻഡ് എ കണ്ടീഷൻ ഓഫ് ഐഡിയോളജിക്കൽ സ്ട്രഗിൾ വിത്ത് ഡൊമിനൻ്റ് ആൻഡ് സബോർഡിനേറ്റ്, അതുകൂടാതെ തന്നെ ഡൊമിനൻറ്റും സബോർഡിനേറ്റ് ഗ്രൂപ്പും തമ്മിലുള്ള ആ ഒരു മാക്സിമം സ്ട്രഗിളും നമുക്ക് കാണാൻ സാധിക്കും. പോപ്പുലർ കൾച്ചർ ഹാസ് ബീൻ ഓൾസോ വേരിയസ്ലി ഡിഫൈൻഡ് ആസ് മോഡേൺ മെജോറിറ്റി കൾച്ചർ, അതുകൊണ്ട് തന്നെ പോപ്പുലർ കൾച്ചറിനെ മോഡേൺ മെജോറിറ്റി കൾച്ചർ എന്നും പറയാൻ പറ്റും. ബിക്കോസ് മെജോറിറ്റി ആയിട്ടുള്ളത് ഈ ലോകത്ത് കോമൺ പീപ്പിളാണ്, അതുകൊണ്ട്. ദെൻ protest culture, a counter-traditional literature, para or sub-literature, low bro against high bro. അപ്പോൾ പോപ്പുലർ കൾച്ചർ ഏതൊക്കെയായിട്ട് നമുക്ക് പറയാം? പ്രൊട്ടസ്റ്റ് കൾച്ചർ എന്ന് പറയാം. എന്താ അങ്ങനെ പറഞ്ഞത്? കാരണം ഈ അടിച്ചമർത്തലുകൾക്ക് എതിരെയായിട്ട് വന്നതുകൊണ്ട് നമുക്കതിനെ പ്രൊട്ടസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറയാം. അതായത് എലൈറ്റ് ക്ലാസ്സുകാർക്ക് വേണ്ടി മാത്രം എഴുതിയ റൈറ്റിങ്സ് അല്ല, ഇനിയും കോമൺ പീപ്പിളിനും വേണമെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ലിറ്ററേച്ചർ എന്നാണ് ഒരു പേര് വരുന്നത്. കൗണ്ടർ ട്രഡീഷണൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ പഴയ ആ ഒരു ട്രഡീഷനെ നമുക്ക് മാറ്റി എഴുതാം. ഓപ്പോസിറ്റ് ടു ദാറ്റ് ട്രഡീഷൻ, ദാറ്റ് ഇസ് മോഡേൺ ഐഡിയാസ് ആണ് ഇനിയുള്ള റൈറ്റിങ്സിൽ. ഇതിനെ നമുക്ക് പാര അല്ലെങ്കിൽ സബ് ലിറ്ററേച്ചർ എന്ന് പറയാൻ പറ്റും. ലോ ബ്രോ അഗനിസ്റ്റ് ഹൈ ബ്രോ കൾച്ചറിനെതിരെ പ്രവർത്തിക്കുന്ന ലോ ബ്രോ കൾച്ചർ എന്നും ഇതിനെ പറയാൻ പറ്റും. പബ്ലിക് എൻ്റർപ്രൈസ് ഓപ്പോസ് ടു പ്രൈവറ്റ് എൻ്റർപ്രൈസ്, പബ്ലിക് എൻ്റർപ്രൈസുകൾ പ്രൈവറ്റിനെതിരെ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ എക്സാമ്പിൾസ് ആണ്. വൾഗർ ആസ് കോൺട്രാസ്റ്റ് ടു അവഗാൻഡെ. അവഗാൻഡെ മീൻസ് നേച്ചറിനെ എംബസ് ചെയ്ത് സിമ്പിളായിട്ടുള്ള ലിറ്ററേച്ചർ വൾഗറായിട്ട് ഫോട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടെല്ലാം. ഏതാ? ലോ കൾച്ചറിനെ. അതിനെതിരെ അവഗാൻഡെ മീൻസ് ഒരു ന്യൂ ഐഡിയയാണ്. ബട്ട് ടുഡേ all of us accept popular culture as legitimate, though slightly contested site for serious study and discuss. But the quintessential debate on the culture of the elite and pop has had a long, tortuous history. അതുകൊണ്ട് തന്നെ ഇപ്പം പോപ്പുലർ കൾച്ചറിനെ പറ്റി ഒരുപാട് പഠനങ്ങൾ വരുന്നു. പോപ്പുലർ കൾച്ചർ വളരെയധികം ലോകമെമ്പാടും ആക്സെപ്റ്റ് ചെയ്യുന്നു. സോ ദേ ആർ ആക്സെപ്റ്റിംഗ് ദ പോപ്പുലർ കൾച്ചർ ആൻഡ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു പോപ്പുലർ കൾച്ചർ ഓൾസോ. ഇതാണ് ആ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന പോർഷൻസ് ആണ് യോൺട്രാസ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ. പോപ്പുലർ ലിറ്ററേച്ചറിൽ ഏതൊക്കെ തരത്തിലുള്ള യോൺട്രാസ് ഓഫ് റൈറ്റിങ്സ് ഉണ്ടെന്നാണ്. ഫസ്റ്റ് വൺ ഇസ് റൊമാൻസ്. സോ റൊമാൻസ് നോവൽസ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ലവ് ഇമേജുകളായിരിക്കാം, ലവ് തീംസ് ആയിരിക്കാം ഡിസ്കസ് ചെയ്യുന്നത്. സോ റൊമാൻസ് നോവൽസ് ആർ സം ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് നോവൽസ് ഓൺ ദ മാർക്കറ്റ്, മേക്കിംഗ് റൊമാൻസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ യോൺട്രാസ് ഓഫ് ഓൾ ടൈം. ഏതൊരു കാലഘട്ടത്തിലും റൊമാൻസിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല നമ്മൾ പറയാം. ഇറ്റ് ഈസ് റിമൈൻ ഇറ്റ്സ് റിമൈൻ വെരി വെരി എസെൻഷ്യൽ ടു എവറി വൺസ് ലൈഫ് എന്ന് പറയാം. അല്ലെങ്കിൽ റൊമാൻസ് എന്നും അന്നും ഇന്നുമെല്ലാം അത്രയും ജീവനുള്ള ഒരു റൈറ്റിങ്സ് ആണ്. അക്കോർഡിംഗ് ടു റൊമാൻസ് റൈറ്റേഴ്സ് ഓഫ് അമേരിക്ക, റൊമാൻസ് ബുക്ക് സെയിൽസ് മേക്കപ്പ് അറൌണ്ട് 23% ഓഫ് ഓൾ ടോട്ടൽ സെയിൽസ് ഇൻ US മാർക്കറ്റ്. ദാറ്റ്സ് വെരി ഹൈ സ്റ്റാറ്റിക്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഒരു മാർക്കറ്റിൽ തന്നെ 23% ഓഫ് ദ ബുക്സ് വെരി സെയിൽസ്ഡ് ബൈ ദ റൊമാൻറ്റിക് ജോൺറേഴ്സ് ഉള്ള ബുക്കുകളാണ്. അതൊരു ഹൈ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. എസ്പെഷ്യലി കൺസിഡർ ഹൗ മെനി അതർ ജോൺറസ് ദെയർ ആർ. റൊമാൻസ് ബുക്ക് ഹാവ് ഓൾവേസ് എ സെൻട്രൽ ലവ് സ്റ്റോറി. റൊമാൻസ് ബുക്കിൻ്റെ പ്രത്യേകത ലവ് സ്റ്റോറി ഉണ്ട്. ബട്ട് യു വിൽ ഓഫൺ ഫൈൻഡ് സബ് ജോൺറസ് ഓഫ് റൊമാൻസ് ടു ക്രോസ് ഓവർ ദ ജോൺറസ് ടു സച്ച് ഹിസ്റ്റോറിക്കൽ റൊമാൻസ്. പക്ഷേ റൊമാൻസ് എന്ന് പറയുമ്പം പലതരത്തിലുള്ള റൊമാൻസുകൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ റൊമാൻസ്, യങ് അഡൽട്ട് റൊമാൻസ് ബുക്കുകളുണ്ട്, കണ്ടംപററി റൊമാൻസ് ആൻഡ് മോർ. ഇതൊക്കെയാണ് ഒരു റൊമാൻസ് ലിറ്ററേച്ചറിനെ പറ്റി നിങ്ങൾ അറിയേണ്ടത്, അല്ലെങ്കിൽ റൊമാൻസ് നോവൽസിനെ, യോൺട്രാസ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചറിനെ പറ്റി അറിയേണ്ടത്. നെക്സ്റ്റ് ഫാൻറ്റസി. Another of the most popular fiction genre is fantasy, which involve magical elements and is often set in fictional universe. ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാജിക്കൽ എലമെൻസുകളുള്ളത് അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ യൂണിവേഴ്സാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഫിക്ഷണലായിട്ടുള്ള കാര്യങ്ങളാണ് ഫാൻറ്റസി നോവലിൽ കാണുന്നത്. There are a lot of different way fantasy show up. The high fantasy like Lord of the Rings. ഇനി ലോർഡ് ഓഫ് ദ റിങ്സ് എന്നൊരു വർക്കുണ്ട്. ഞാനത് എൻ്റെ ഡിഗ്രിയിൽ പ്രോജക്റ്റ് ചെയ്തൊരു വർക്കാണ്. ആ വർക്കിനകത്ത് ഹൈ ഫാൻറ്റസിയാണ് കാണിക്കുന്നത്. വളരെയധികം ഹൈ ഫാൻറ്റസി റൈറ്റിംഗ്, നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എലമെൻറ്റ്സ് ആണ് അതിനകത്ത് പോർട്രേ ചെയ്തിരിക്കുന്നത് ആ ഒരു വർക്കിൽ. 2 ചിൽഡ്രൻ ഫാൻറ്റസി ലൈക്ക് ഹാരി പോട്ടർ. ഹൈ ഫാൻറ്റസി വർക്കായ ലോർഡ് ഓഫ് ദ റിങ്സ് മുതൽ ചിൽഡ്രൻസ് ഫാൻറ്റസിയായ ഹാരി പോട്ടർ വരെ വളരെയധികം ഹൈ ലെവൽ ഓഫ് കാര്യങ്ങളാണ് കാണിക്കുന്നത്. 2 സ്കൈഫൈ ആൻഡ് ഫാൻറ്റസി ലൈക്ക് ഡ്രാഗൺ ഫ്ലൈറ്റ്. സ്കൈഫൈ എന്ന് പറഞ്ഞാൽ സയൻസ് ഫിക്ഷൻ എന്ന ഇതിനെ നമുക്ക് വേറെ പേരിട്ട് വിളിക്കാൻ പറ്റും.
With so many different subgenres of fantasy, this is a popular book genre for those who love magic. അപ്പം ഫാൻറ്റസി ബുക്സിൻ്റെ പ്രത്യേകത എന്താണ്? മാജിക്കുകളോട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫാൻറ്റസി ജോൺറ ഇറക്കിയത്. ആൻഡ് എസ്കേപ്പിംഗ് ഇൻ ടു അനദർ വേൾഡ് ത്രൂ ദെയർ റീഡിങ്. അതുകൂടാതെ തന്നെ വായനയിലൂടെ വേറെ ഒരു ലോകത്തിലേക്ക് പോകാൻ വരെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരെ ഫാൻറ്റസിക്ക് റീഡേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റും. Third genre, true crime. True crime is one of the best-selling book genres of non-fiction books and also one of the most popular genres for adult. അപ്പം നോൺ-ഫിക്ഷനകത്ത് വരുന്നതാണ് ട്രൂ ക്രൈം. അതായത് ഫാക്റ്റുകളാണ് അവിടെ പറയുന്നത്, അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളല്ല. ദിസ് genre often reads like a thriller or a mystery. ഇവിടെ എന്തൊക്കെ കാണാം? ത്രില്ലറുകളുണ്ട്, മിസ്റ്ററീസ് ഉണ്ട്. But has the added element of being an actually true story about crime that actually have happened. അതുകൂടാതെ തന്നെ ആക്ച്വലി നടന്ന കാര്യങ്ങളും ചിത്രീകരിക്കുന്ന ഒരു ജോൺറാണ് ട്രൂ ക്രൈം. True crime is popular for a lot of reasons, and readers may be drawn to it because it gives an adrenaline rush. ഇനി ഇത് റീഡേഴ്സിന് വളരെയധികം ക്യൂരിയോസിറ്റി കൊടുക്കും. ദാറ്റ് ഇസ് അഡ്രിനാലിൻ റഷ്. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആ ഒരു ഭയങ്കരമായ ക്യൂരിയോസിറ്റി കൊടുക്കാൻ ഇതിന് സാധിക്കും. ബിക്കോസ് ദേ വോണ്ട് ടു ട്രൈ ടു സോൾവ് ദ മിസ്റ്ററി. ഇനിയും കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ഫിലിംസ് കാണുമ്പോൾ തന്നെ നമുക്കതിനകത്ത് മനസ്സിലാക്കി ഇത് എങ്ങനെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഓരോ മിസ്റ്ററീസിനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഓരോ ട്രൂ സ്റ്റോറീസിൽ നിന്നും ചിലർക്ക് അത് ഇൻഫ്ലുവൻസ് ആയി അത് അവരുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന ചിലരുമുണ്ട്. Because they like the sense of justice with criminal getting their due rewards and more. അപ്പം ഓരോ ബുക്കുകൾ വായിക്കും അല്ലെങ്കിൽ ഓരോ സ്റ്റോറീസ് കാണുമ്പോൾ ഫൈനലി ആ ഒരു ജസ്റ്റിസിന് വേണ്ടിയുള്ള ആ ഒരു സ്റ്റോറിയുടെ ലൈൻ കാണുമ്പോൾ തന്നെ വളരെയധികം ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി കൊടുക്കും. ഹൗ ടു സോൾവ് ദ പ്രോബ്ലംസ് ഇൻ ദ ലൈഫ്, അങ്ങനെയുള്ള കുറച്ച് പാഠങ്ങൾ പേഴ്സണലി ആൾക്കാർക്ക് കിട്ടാനും സാധ്യതയുണ്ട് ട്രൂ ക്രൈം. നെക്സ്റ്റ് ജോൺറ ആണ് യങ് അഡൽട്ട്. Young adult novel have been super popular for a long time and continue to be popular today. അത് ആ സമയത്ത് പോപ്പുലർ വർക്കായിരുന്നു, ഇപ്പോഴും പോപ്പുലറായിട്ട് തന്നെ ലിറ്ററേച്ചറിൽ നിൽക്കുന്നുണ്ട്. ദിസ് genre is primarily written for audience of 13 to 18 years old. ഇത് ഫോക്കസ് ചെയ്യുന്നത് 13 മുതൽ 18 വരെ വയസ്സുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് എഴുതുന്നത്. Although the boundaries between children's fiction, young adult and new adult fiction can be somewhat flexible. അപ്പം ചിൽഡ്രൻസ് ഫിക്ഷൻ ചിലപ്പോൾ വരാറുണ്ട്, യങ് അഡൽട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്, അവരുടെ സ്റ്റോറീസ് ഉണ്ട്. ഇതെല്ലാമായിരിക്കും ഈ ഒരു സെഷനിൽ അവർ ഡീൽ ചെയ്യുന്നത്. ദിസ് genre is particularly always paired with another genre such as young adult romance, paranormal young adults or young adult fantasy. റൊമാൻസ് ഡീൽ ചെയ്യും, പാരനോർമൽ യങ് അഡൽട്ട്സ് അവിടെ കാണാൻ സാധിക്കും. യങ് അഡൽട്ട് ഫാൻറ്റസീസും ഈ ഒരു വർക്ക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. There have been waves of popularity of all these subgenres. But the overarching genre of young adult has remained constantly popular with adults and adults like. അപ്പോൾ ഇതിനകത്ത് മൊത്തം ഡീൽ ചെയ്യുന്നത് യങ് അഡൽട്ട്സിനെ പറ്റിയുള്ള സ്റ്റോറീസ് ആയിരിക്കാം, ലവ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ടീനേജർ കോളേജിൽ സംഭവിക്കുന്ന കാര്യം, സ്കൂളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാകാം, കോളേജ് സ്റ്റോറീസ്, ഇതൊക്കെ ആയിരിക്കും ആ ഒരു ഏരിയയിൽ വരുന്നത്. ഫിഫ്ത്ത് വൺ, സയൻസ് ഫിക്ഷൻ. Another of the most and well-liked and often read genre is science fiction, which is usually fiction based on imagined future scientific advance or the future technological change. സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റുകൾ കാണിക്കുന്ന സിനിമകൾ, നോവൽസുകളൊക്കെയാണ്. ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്തായിരിക്കും ഈ ഒരു നോവൽസോ അല്ലെങ്കിൽ സ്റ്റോറീസൊക്കെ എഴുതുന്നത്. ദിസ് genre often includes some of the element of space. അപ്പോൾ സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു നോവൽ വായിക്കും, ഇത് സയൻസ് ഫിക്ഷൻ ആണോ എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിനകത്ത് എലമെൻറ്റ്സ് ഓഫ് സ്പേസ് കാണും, ടൈം ട്രാവൽ കാണും, ഇതെല്ലാം അതിനകത്ത് കാണും. ബട്ട് ആസ് ഇറ്റ് മോസ്റ്റ് ബേസിക് സിംപ്ലി എക്സ്പ്ലോർ ദ കോൺസെപ്റ്റ് ദാറ്റ് ദേ ആർ റിയലൈസ് ഇൻ ദ കറണ്ട് ഡേ ആൻഡ് ഏജ് ഓഫ് റിയാലിറ്റി. പിന്നെ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് റിയാലിറ്റി അല്ലെങ്കിൽ ഏജ് ഓഫ് റിയാലിറ്റി ഒക്കെ ചില സമയങ്ങളിൽ നമുക്ക് ഈ സയൻസ് ഫിക്ഷനിൽ കാണാം. ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെ അങ്ങനെ ചില സയൻസ് ഫിക്ഷൻ നോവലിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. യെസ്, ഒരു തമിഴ് സിനിമ, സൂര്യയുടെ ഒരു സിനിമയാണെന്ന് തോന്നുന്നു, ഒരു 7ാം അറിവ് എന്നൊരു സിനിമയുണ്ട്. അതിനകത്ത് ചൈനക്കാരൊരു വൈറസ് കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ വിടുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ കാണിച്ചിരുന്നു ആ സമയത്ത്. അതുപോലൊരു സംഭവം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു, കോവിഡ്. അപ്പോൾ അങ്ങനെ റിയാലിറ്റിയിൽ ചില കാര്യങ്ങൾ നടക്കാറുണ്ടെന്ന് അവർ പറയുന്നു. സം ഓഫ് ദീസ് കോൺസെപ്റ്റ് മൈറ്റ് ബിക്കം റിയൽ ലേറ്റർ.
ആൻഡ് സം നോട്ട്. ചിലത് റേറ്റിലായിട്ട് കുറേ നാളുകൾ ശേഷം റിയലായിട്ട് നമുക്ക് വരാറുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആ സിനിമ. ചിലത് അങ്ങനെ നടക്കാറുമില്ല. But regardless, the possibilities are fun to explore and think about, and readers love being transported to new world and new versions of our world. അതുകൊണ്ട് തന്നെ ഇത് വായിക്കുന്ന ആൾക്കാർക്ക് ചിലർക്ക് വളരെ ഫാസിനേറ്റഡ് ആണ് ഇത് വായിക്കാൻ. കാരണം ന്യൂ വേൾഡിലേക്ക് കൊണ്ടുവന്ന ഇപ്പം അവെഞ്ചേഴ്സ് പോലുള്ളത് നമുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ടൈം ട്രാവൽ ചെയ്ത് നമുക്ക് പഴയതിലേക്ക് പോകാം, മുന്നോട്ട് പോകാം. അങ്ങനെയൊക്കെയുള്ളത് റീഡേഴ്സിന് കുറച്ചൊക്കെ ക്യൂരിയോസിറ്റി നൽകുന്നുണ്ട്. മെജോറിറ്റി ഓഫ് ദ റീഡേഴ്സ് ലവ് ടു റീഡ് സയൻസ് ഫിക്ഷൻ. 6th genre, mystery അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് നോവൽസ്. Spend any time in the book world and you will all discover that mystery and detective fiction are hugely popular genre. Just as Agatha Christie, the queen of crime and Guinness World Record best-selling fictional writer of all time. അപ്പം മിസ്റ്ററി അല്ല ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുമ്പോഴേ ലിറ്ററേച്ചറിൽ പഠിക്കുന്ന പിള്ളേർക്ക് ആദ്യം മനസ്സിൽ കയറേണ്ട ഒരു പേരാണ് അഗാഥ ക്രിസ്റ്റി. അവരെ അറിയപ്പെടുന്നത് ദ ക്വീൻ ഓഫ് ക്രൈം എന്നാണ്. മിസ്റ്ററി ഫിക്ഷൻ ക്യാൻ ബി പ്രിറ്റി സിമിലർ ടു ട്രൂ ക്രൈം. ട്രൂ ക്രൈം പോലെ തന്നെയാണ് നമ്മൾ മുന്നേ പറഞ്ഞ ട്രൂ ക്രൈമിനകത്ത് എന്തൊക്കെ പറയുന്നു അത് തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് ഈസ് ഫിക്ഷണൽ ഇൻസ്റ്റെഡ് ഓഫ് റിയൽ. പക്ഷേ ഡിറ്റക്റ്റീവ് നോവൽസ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു ഫിക്ഷണൽ ഉണ്ട്, റിയലായിട്ട് തന്നെ അല്ല. ഇറ്റ് ഈസ് ഫിക്ഷണൽ ഇൻസ്റ്റെഡ് ഓഫ് റിയൽ, വിച്ച് മീൻസ് യു ആർ മോർ ഓഫൺ ഗെറ്റിംഗ് സാറ്റിസ്ഫൈഡ് കംപ്ലീറ്റ് എൻഡിങ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫിക്ഷണൽ ആയതുകൊണ്ട് നമുക്കത് വായിക്കുമ്പോൾ അത്ര വലിയൊരു ക്യൂരിയോസിറ്റിയും ചിലപ്പോൾ വരാറില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്പിലി എൻഡിങ്. ചില സമയത്ത് നല്ല കംപ്ലീറ്റ് എൻഡിങ് ഒക്കെ ഇതിന് കിട്ടാറുണ്ട്. ചില ട്രൂ ക്രൈമുകൾക്ക് കംപ്ലീറ്റ് എൻഡിങ് ഇല്ലാതെ അവസാനിക്കുന്നതുണ്ട്. പക്ഷേ ഇതൊരു ഫിക്ഷണൽ ആയതുകൊണ്ട് റൈറ്ററിന് അതൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇൻ ദിസ് ജോൺറെ യു വിൽ ഫൈൻഡ് മർഡേഴ്സ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? മർഡേഴ്സ് ഉണ്ട്, ഡിസപ്പിയറൻസ് ഉണ്ട്, സ്റ്റോളൻ ഹെയർലൂം ഉണ്ട്, ജുവൽസ്, സീക്രട്ട് സൊസൈറ്റി, സീക്രട്ട് കോഡ്സ് ടു ബ്രേക്ക്, പ്ലെൻറ്റി മോർ എക്സെറ്റ്. ഇങ്ങനെയുള്ള കുറച്ച് തീമുകളായിരിക്കും ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. മിസ്റ്ററി ലിറ്ററേച്ചർ ഹാസ് ലോങ് റിമൈൻ പോപ്പുലർ, especially since it often allows the reader to participate by trying to piece together the clues to solve the mystery or crime. അപ്പോൾ ഇത് വായിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്ററി ഡിറ്റക്റ്റീവ് നോവൽസ് കാണുന്ന ആൾക്കാർക്ക് കണ്ട് ഓരോ കാര്യങ്ങൾ സോൾവ് ചെയ്യാനൊക്കെയുള്ള വളരെയധികം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധിയിലേക്ക് പോകാൻ സാധിക്കാറുണ്ട് ചിലർക്ക്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ പോപ്പുലർ ജോൺറ ടു റീഡ് ഓർ റൈറ്റ്, ദിസ് ഈസ് വൺ യു ഷുഡിൻറ്റ് മിസ്. അപ്പം ഒരു പോപ്പുലർ ജോൺറയിൽ വായിക്കാനും ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാനും റിയൽ ലൈഫിലൊക്കെ ഇത് ആഡ് ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യു ഹാവ് ടു റീഡ് മിസ്റ്ററി ഓർ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്നിവർ പറയുന്നു. 7th genre ആണ് ത്രില്ലർ. എനി ഡിസ്കഷൻ ഓഫ് പോപ്പുലർ ജോൺറ വുഡിൻ ബി കംപ്ലീറ്റ് വിത്തൗട്ട് ഇൻക്ലൂഡിങ് ത്രില്ലേഴ്സ്. ത്രില്ലർ ഇല്ലാതെ ഒരു കാര്യവുമില്ല. വൈൽ ത്രില്ലേഴ്സ് ആർ സംടൈംസ് കൺസിഡർഡ് ടൈപ്പ് ഓഫ് മിസ്റ്ററി. ത്രില്ലർ ഇതുപോലെ മിസ്റ്ററി പോലൊക്കെ തന്നെയാണ്, എല്ലാം ഒരുപോലെ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ദിസ് ഈസ് ബിക്കോസ് ത്രില്ലർ ഹാവ് മോർ ഓഫ് എ ഫോക്കസ് ഓൺ സ്പ്ലിങ്കിങ് അഡനാലിൻ. അതായത് അത്രയും മാത്രം ക്യൂരിയോസിറ്റി ത്രില്ലറും കാണുമ്പോഴും അല്ലെങ്കിൽ ത്രില്ലർ ഫിക്ഷൻസ് നോവൽസ് വായിക്കുമ്പോഴും തോന്നാറുണ്ട്. യു കാൺ എക്സെപ്റ്റ് loss of anxiety, tension, fear in a plot-driven story with all sorts of plots twists to make your blood pressure spike. ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലഡ് പ്രഷർ കൂടുക, എന്ത് സംഭവിച്ചു ത്രില്ലേഴ്സ് കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു അഡനാലിൻ റഷ് സംഭവിക്കാറുണ്ട്. ഫോർ ദോസ് ഹൂ ലവ് അഡനാലിൻ ആൻഡ് ഹാർട്ട് റേസിങ് എക്സൈറ്റ്മെൻറ്റ്, ത്രില്ലേഴ്സ് ആർ സൂപ്പർ പോപ്പുലർ റീഡർ. അപ്പം ഇങ്ങനെ ഹൃദയം ഇടിച്ചുകൊണ്ട് കാണാനൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? വാട്ട് ഈസ് ഗോയിങ് ടു ലബ് ഡബ് സൗണ്ടിൽ അത്രയും ഒരു ക്യൂരിയോസിറ്റിയിൽ അത്രയും എക്സൈറ്റ്മെൻറ്റിൽ കാണാനും വായിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് യു ക്യാൻ ഗോ വിത്ത് ദ ജോൺറ ത്രില്ലർ. ആൻഡ് ദ 9th one, ഹ്യൂമർ. നിങ്ങൾക്ക് ഇതിനകത്തൊരു 7 എണ്ണം അല്ലെ 5 എണ്ണം പഠിച്ചാൽ മതി, ബാക്കി ജസ്റ്റ് നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. ഇത് ഞാൻ ജസ്റ്റ് നെറ്റിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. ഇപ്പം ഇൻ കേസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ് ജോൺറാസ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ് ഇത്തരം ഞാൻ സെഷൻസ് എടുത്തത്. ഇതിനകത്തൊരു 5 or 6 പഠിച്ച് എഴുതിയാലും മതി. നെക്സ്റ്റ് സെഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ അല്ലെങ്കിൽ PDF പേജ് നമ്പർ 9, ദാറ്റ് ഈസ് പോപ്പുലർ കൾച്ചർ ആൻഡ് അമേരിക്ക. സോ ഇതാണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഇത് നിങ്ങളുടെ PDF തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സോ യു ഹാവ് ടു റീഡ് ഓൾ ദോസ് തിങ്സ്. ഇനി പോപ്പുലർ കൾച്ചറും അമേരിക്കയും തമ്മിലുള്ള എന്താണ് അമേരിക്കനിസം അല്ലെങ്കിൽ എന്താണ് പോപ്പുലർ കൾച്ചർ നോക്കാം. ഫോർ ക്രിറ്റിക്സ് വർക്കിംഗ് വിതിൻ ദ മാസ് കൾച്ചർ പാരഡൈം, മാസ് കൾച്ചർ ഈസ് ഇൻ എ ക്ലിയർ ഐഡന്റിഫൈഡ് സെൻസ് ഇമ്പോർട്ടൻറ്റ് അമേരിക്കൻ കൾച്ചർ. If popular culture in its modern form was invented in any one place, it was in the great cities of the United States and above all in the New York. ഇനി പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് കംസ് ഫ്രം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഗ്രേറ്റ് സിറ്റീസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ്
എന്താണ് പോപ്പുലർ ലിറ്ററേച്ചർ എന്നൊരു ഐഡിയ വന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലായിരുന്നു ആദ്യമായിട്ട് ആ ഒരു ഹെജിമണി അല്ലെങ്കിൽ ലോ ബ്രോ ഹൈ ബ്രോ ഒരുപാട് അഫക്റ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് കൊളോണിയലൈസേഷൻ. അമേരിക്കയിലെ ബ്ലാക്കിനെ കോളനൈസ് ചെയ്തു. ദേ സഫേർഡ് എ ലോട്ട്. അങ്ങനെ അവർ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഫൈനലി ദേ അഡോപ്റ്റഡ് ദ വേർഡ് culture, that is popular culture. The claim that popular culture is American culture has a long history in theoretical mapping of popular culture. It operates at the term Americanization. ഞാൻ പറഞ്ഞ കാര്യമാണ് അവിടെ പറയുന്നത്. അടിച്ചമർത്തലിൻ്റെ റിസൾട്ടിന് ശേഷമാണ്, അല്ലെങ്കിൽ അടിച്ചമർത്തലുകൾ അനുഭവിച്ച ഫ്രം ഹൂം വൈറ്റിൽ നിന്നും ബ്ലാക്കിലേക്കായിരുന്നു. അതിനെതിരെ അവർ ആഞ്ഞടിച്ചു. അങ്ങനെയാണ് അമേരിക്കൻ പോപ്പുലർ ലിറ്ററേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Its central theme is that British culture has denied under the homogenizing influence of American culture. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കൾച്ചറിൻ്റെ അത്രമാത്രം ഇൻഫ്ലുവൻസ് ബ്രിട്ടീഷ് കൾച്ചറിനെ എന്ത് ചെയ്തു? സപ്രസ് ചെയ്തു. True, because popular culture has a pervasive phenomenon hit the Americans as early as 1920s. Later in 1914s, the Bowling Green universities like Ray B. Brownie, Bruce Lodge, Marshall Fishwick, John Cavalier, C.W.A. Begc, etc. were the first to voice of their concern for this culture. അങ്ങനെ as a result of all those things, അമേരിക്കൻ കൾച്ചർ എന്ന് പറഞ്ഞൊരു ഐഡിയ ഇവരെല്ലാവരും പുറത്തു കൊണ്ടുവരാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് ഓഫ് ദെയർ റൈറ്റിങ്സ്, അവരുടെ റൈറ്റിങ്സിലൂടെ എല്ലായിടത്തിലും അവരുടെ വോയിസിലൂടെ നമുക്ക് ഈ ഒരു കൾച്ചറിനെ പറ്റി അവർ എൻകംഫാസ് ചെയ്ത് എഴുതാൻ തുടങ്ങി, സ്ട്രെസ് കൊടുത്ത് എഴുതി. യൂലോജൈസ്ഡ് ബൈ ദി മാസസ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ പറഞ്ഞത് മാസസിനെ പറ്റിയായിരുന്നു, അതായത് കോമൺ പീപ്പിളായിരുന്നു. അതുകൊണ്ട് തന്നെ കോമൺ പീപ്പിൾ അതിനെ വളരെയധികം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അക്കോർഡിംഗ് ടു ദം, the ever-expanding consciousness of popular culture doesn't polarize cultures and dilutes, destroys and reduces them to lowest common denominator. As a result of all those things, ഈ ഒരു ഫൈറ്റിന് ശേഷം പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രക്ഷൻസ് അവരെ ലോവസ്റ്റ് ഡിനോമിനേറ്റർ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്. ബട്ട് അതിനെല്ലാം എതിരെ ഇവർ ആഞ്ഞടിച്ചു. ദേ ഓൾസോ കം ഫോർവേഡ് ആൻഡ് ദേ സ്റ്റാൻഡ് അലോൺ ഇൻ ദ വേൾഡ് സൊസൈറ്റി. അവർ എല്ലാത്തിനും എതിരെ നിൽക്കാൻ തുടങ്ങി. Talking of American culture, Fadler says that culture of United States have been popular beneath thin novel layer of important European elitism. അപ്പോൾ ഇത്ര നാളും ഇവരുടെ ഇടയിൽ കിടന്നതായിരുന്നു. ബട്ട് നൗ ദേ ബിക്കം what? Independent. And they introduce the term popular. Here further says that our national myth is a pop myth and our revolution consequently a pop revolution. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു നമ്മുടെ നാഷണൽ മിത്ത് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ആയിരിക്കണം, നമ്മുടെ വിപ്ലവവും എന്തായിരിക്കണം? പോപ്പ് റെവല്യൂഷൻ ആയിരിക്കണം. ദാറ്റ് ഈസ് പോപ്പുലർ റെവല്യൂഷൻ. Whereas Europeans or others non-American cultures talk of the incursion in their culture of pops like rock, country, western music, comic music. അപ്പം ഇവർ ഇനി ഇവരുടെ കൾച്ചർ എല്ലാം ലിറ്ററേച്ചർ കൂടെ പുറത്തു കൊണ്ടുവരാൻ തീരുമാനിച്ചു. അവരുടെ കൺട്രീനെ പറ്റി കൺട്രിയിൽ അവർ ലിറ്ററേച്ചർ കൊണ്ടുവന്നു, വെസ്റ്റേൺ മ്യൂസിക്കിൽ കൊണ്ടുവന്നു, കോമിക് ബുക്ക്, സോപ്പ് ഒപ്പേറാസ്, ഇങ്ങനെയുള്ള ടെലിവിഷനിൽ കൂടെ എല്ലായിടത്തും കൂടെ ഇവർ പോപ്പുലർ കൾച്ചറും എമോജ് ചെയ്യാൻ തുടങ്ങി. അതിനെ ക്രീപ്പിംഗ് അമേരിക്കനൈസേഷൻ എന്നാണ് അവർ പറഞ്ഞത്. ക്രീപ്പിംഗ് അമേരിക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവർ പടർന്നു പിടിക്കാൻ തുടങ്ങി. അമേരിക്കനൈസേഷൻ അവരെന്ത് ചെയ്തു? എല്ലായിടത്തും സ്ഥാനം പിടിക്കാൻ തുടങ്ങി. ഓഫ് ദർ കൾച്ചേഴ്സ് ആൻഡ് ഇസ് യൂസ് എ സിനോണിം ഓഫ് വൾഗറൈസേഷൻ. ഇവരെ നേരത്തെ വൾഗറൈസ് ചെയ്തായിരുന്നു എല്ലാവരും അഡ്രസ് ചെയ്തത്. പക്ഷേ വൾഗറൈസേഷൻ ഒരു സിനോണിമായിട്ട് എന്ത് വന്നു? ക്രീപ്പിംഗ് അമേരിക്കനൈസേഷൻ. അവരെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചെടുത്ത് അവരുടെ റൈറ്റിങ്സും പുറത്തു വരാൻ, അല്ലെ അവരെ പറ്റി സംസാരിക്കുന്നത് പുറത്തു വരാനും തുടങ്ങി. നെക്സ്റ്റ് സെഷൻ പോപ്പുലർ ലിറ്ററേച്ചർ തന്നെയാണ് പേജ് നമ്പറിൽ കിടക്കുന്നത്. അത് നിങ്ങൾ എഴുതിയത് തന്നെ മതി. ആൻഡ് ആഡ്വെൻറ്റ് ഓഫ് പോസ്റ്റ് മോഡേണിസം, അതെന്താണെന്ന് നോക്കാം. അപ്പം പോസ്റ്റ് മോഡേണിസത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കാം? പുതിയ പുതിയ കാര്യങ്ങൾ വന്നു. ബ്രേക്ക് ഡൗൺ ഓഫ് ഓൾ കാറ്റഗറീസ്, എല്ലാത്തിനും ഉടച്ചുകൊണ്ട് പുതിയ ചിന്താഗതികളാണ് പോസ്റ്റ് മോഡേണിസത്തിൽ പറയുന്നത്. സോ the advent of postmodernism in the 20th century brought in a complete breakdown of categories. എല്ലാ കാറ്റഗറീസിനും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി. It brought an end to an elitism that was based on distinctions of culture. കൾച്ചറിൻ്റെ ആ ഒരു ഡിസ്റ്റിങ്ഷന് ഇതൊരു അവസാനം കുറിച്ചു. ഹൈ ബ്രോ, ലോ ബ്രോ, വൈറ്റ്, ബ്ലാക്ക്, ഇങ്ങനെയുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ അത് ഉടച്ചു മാറ്റി.
In another way, it celebrated the victory of commerce over culture. കൊമേഴ്ഷ്യലൈസേഷൻ ആയിരുന്നു അല്ലേ, എല്ലാം ഒരു കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തായിരുന്നു. അതിന് മുകളിലേക്ക് ഇവർ കൾച്ചറിന് തന്നെ ശക്തി കൊടുത്തു. പോസ്റ്റ് മോഡേണിസം ഡിസ്മാൻഡിൽ ദ ബൗണ്ടറി ബിറ്റ്വീൻ ഒതൻറ്റിക് ആൻഡ് കൊമേഴ്ഷ്യൽ കൾച്ചർ. കൊമേഴ്ഷ്യൽ കൾച്ചർ എന്ന് പറയുന്നത് മാറ്റി ഒതൻറ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നു. ഒതൻറ്റിക് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ് പോസ്റ്റ് മോഡേണിസത്തിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. A good example can be found in the relationship between television, commercial musics. For example, there is a growing list of artists who have hit records as a result of their song appearing in the television commercials. One of the questions this relation raises, what is being sold, song or product? I suppose the obvious answer is both, even the high priest of postmodernism. അതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണ്. ഒരാളൊരു പാട്ട് പാടി അതിനുശേഷം ശരിക്കും എന്താണ് സോൾവ് ചെയ്യുന്നത്? പാട്ടാണോ ആ പാട്ടുകാരനാണോ? ശരിക്കും ചോദിച്ചാൽ രണ്ടുപേരും അവിടെ ഫേമസ് ആവും. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഹൈ പ്രീസ്റ്റ് ഓഫ് പോസ്റ്റ് മോഡേണിസം. അതൊരു പോസ്റ്റ് മോഡേണിസം കൺസെപ്റ്റാണ്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് പേർക്കും ഇമ്പോർട്ടൻസ് വന്നു. രണ്ടുപേരും ഹിറ്റായത് എന്തുകൊണ്ട് ചോദിച്ചാൽ ടെലിവിഷൻ്റെ കൊമേഴ്ഷ്യൽസ് ഒക്കെ വന്നതുകൊണ്ടാണ്. ടെലിവിഷൻ പോലത്തുള്ള കാര്യങ്ങൾ, ആർട്ടിസ്റ്റിക്സിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് അത് വളരെ ഉപകാരപ്രദമായി. ഫ്രെഡറിക് ജെയിംസൺ, പോളിലാർഡ്, ലയോട്ടാർഡ്, സൂസൻ സോട്ടാൻ, ഹാൽ ഫോസ്റ്റർ അക്നോളജ് ദിസ് ന്യൂ സെൻസിബിലിറ്റി. അപ്പോൾ ഇതിനെ അവർ വിളിച്ച പേരാണ് ന്യൂ സെൻസിബിലിറ്റി എന്നാണ്. പോസ്റ്റ് മോഡേണിസം വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു, അഡ്വാൻസ്മെൻറ്റുകൾ വന്നു, ടെലിവിഷൻസ് വന്നു, മ്യൂസിക് ഒപ്പേറാസ് വന്നു. ഇതൊക്കെ വന്നപ്പോഴത്തേനും ന്യൂ സെൻസിബിലിറ്റി ഓഫ് ഐഡിയാസ് അവിടെ വന്നു. അത്രയുമാണ് ദ ആഡ്വെൻറ്റ് ഓഫ് പോസ്റ്റ് മോഡേണിസം. പോസ്റ്റ് മോഡേണിസത്തിന് ശേഷം എന്താണ് ആഡ്വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മോഡേണിസം വന്നതിന് ശേഷം എന്താണ് പോപ്പുലർ കൾച്ചറിൽ സംഭവിച്ചെന്നാണ് പറയുന്നത്.